നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 88/24. ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോൾവ് ചെയ്തത്. അതിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 53 വരെ നമ്മൾ സോൾവ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ എന്ന സ്ഥലത്തു നിന്നും ബി എന്ന സ്ഥലത്തേക്കുള്ള ദൂരം 5 കിലോമീറ്റർ ആണ്. എയിൽ നിന്നും ഒരു കാറും ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര തിരിച്ചു. സ്കൂട്ടറിൻ്റെ സ്പീഡിൻ്റെ ഇരട്ടി വേഗതയിലാണ് കാർ യാത്ര ചെയ്യുന്നത്. കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറിയതിനാൽ 3 മിനിറ്റ് യാത്ര ചെയ്തില്ല. അതിനുശേഷം യാത്ര തുടർന്നു. കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് ബിയിൽ എത്തിച്ചേർന്നത്. എങ്കിൽ കാറിൻ്റെ വേഗത. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യത്തിൽ നമുക്ക് ഓപ്ഷൻസിലെ ഏറ്റവും കൂടിയ വേഗത അതിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ കൂടിയ വേഗത ഓപ്ഷൻസിൽ 30, 60, 50, 100 എന്നാണ് തന്നിരിക്കുന്നത്. 100 ഏറ്റവും കൂടിയ വേഗത. അപ്പോൾ അതിൽ ദൂരം 5 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അവർ യാത്ര ചെയ്യാതിരുന്ന സമയം 3 മിനിറ്റാണ് യാത്ര ചെയ്യാതിരുന്നത്. ഇനി 100 ആണെങ്കിൽ എന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കാം. എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ദൂരം 5 കിലോമീറ്റർ. അപ്പോൾ കാറും സ്കൂട്ടറും ഒരുമിച്ച് യാത്ര പുറപ്പെടുന്നു. പിന്നെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാര്യം, സ്കൂട്ടറിൻ്റെ സ്പീഡിൻ്റെ ഇരട്ടി വേഗതയിലാണ് കാർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ കാറിൻ്റെത് 100 കിലോമീറ്റർ, കാറിൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത്. കാറിൻ്റെ സ്പീഡ് 100 km/h ആണെങ്കിൽ സ്കൂട്ടറിൻ്റെത് 50 km/h ആയിരിക്കും. അപ്പോൾ ഇത് ഒരു 9 മണിക്ക്, നമുക്കൊരു സമയം 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എത്ര സമയമാണ് കാറിന് വേണ്ടുന്ന സമയം? ദൂരം ബൈ വേഗത 5/100 = 1/20 അവർ. 1/20 അവർ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് മിനിറ്റിലോട്ട്, ഒരു മണിക്കൂറിൻ്റെ 1/20 ഭാഗം, അതായത് 3 മിനിറ്റ് മതി കാറിന് യാത്ര ചെയ്യാൻ. ഇനി സ്കൂട്ടറിനാണെങ്കിൽ 5/50 = 1/10 അവർ, അതായത് 1/10 × 60 6 മിനിറ്റ്. അപ്പോൾ ഇവിടെ കാറ് രണ്ടും ഇപ്പോൾ ഒരു 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 9:03 ആകുമ്പോഴേ എത്തേണ്ടതാണ്. പക്ഷേ കാറ് ഇടയ്ക്ക് ഇപ്പോൾ ഒരു മിനിറ്റ് ആയപ്പോൾ നമുക്കൊരു ചിന്തിക്കുക, ഇടയ്ക്ക് ഒരു 3 മിനിറ്റ് നിർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 9:01 വരെ യാത്ര ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് നിർത്തിയെങ്കിൽ പിന്നെ വീണ്ടും 9:01 കഴിഞ്ഞാൽ 9:04 വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി 2 മിനിറ്റും കൂടി യാത്ര ചെയ്യും. ഇവിടെ 1 മിനിറ്റ് യാത്ര ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് റെസ്റ്റ്, അവിടെ പെട്രോൾ അവിടെ കയറി, അതായത് യാത്ര ചെയ്യാതെ നിന്നു. 3 മിനിറ്റ് കഴിഞ്ഞ് 9:04 തുടങ്ങിയ പിന്നെ ഇനി അടുത്ത 2 മിനിറ്റും കൂടെ മതിയല്ലോ, മൊത്തം 3 മിനിറ്റ് മതി. അപ്പം 9:04 മുതൽ 9:06 ആകുമ്പോഴത്തേക്കും അവിടെ എത്തും. ഇനി 6 മിനിറ്റ് വേണ്ടുന്ന സ്കൂട്ടറാണെങ്കിലോ 9 മണിക്ക് യാത്ര ആരംഭിച്ചാൽ 9:06 ആകുമ്പം തന്നെ അവിടെ എത്തും. അപ്പം രണ്ടും ഒരേ സമയത്തെത്തും. ഇപ്പോൾ 9:01 9 മണിക്ക് 9:02 കാറ് അവിടെ ഇടയ്ക്ക് നിർത്തുന്നതെങ്കിലും 2 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയുള്ള 3 മിനിറ്റ് നിർത്തിയിട്ട് പിന്നെ റിമൈനിങ് 1 മിനിറ്റും കൂടെ യാത്ര ചെയ്യും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ കാറ് യാത്ര തുടങ്ങി ഇതേ സമയത്ത് തന്നെ എത്തും. ഈ 100 മീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. കൃത്യമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസിൽ, അപ്പം വലിയ ഒരു കൂട്ടത്തിലുള്ള ഓപ്ഷൻസിൽ ബിഗർ നമ്പർ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് ആൻസർ കിട്ടുന്നത് ഈ ചോദ്യത്തിൽ. ഇനി നമുക്ക് ഓപ്ഷൻ എയിൽ നിന്നാണ്, ഓപ്ഷൻ എ നമുക്ക് ആദ്യം ചെയ്യുമ്പം തന്നെ നമുക്കതിൽ നിന്നും ഒരു ഐഡിയ കിട്ടും. ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ഓപ്ഷൻ എ
30 km/h എന്നാണ്. അപ്പം തന്നെ ചിന്തിക്കുക 5 കിലോമീറ്ററാണ്, അത് 30 km/h വേഗതയിൽ സഞ്ചരിച്ച് അത് കാറ് ഇടയ്ക്ക് 3 മിനിറ്റ് യാത്ര ചെയ്യാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എത്രയാണ് വരുന്നതെന്ന് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ കാറിൻ്റെ ഇതുപോലെ കാറും സ്കൂട്ടറും ഒരുമിച്ച് എയിൽ നിന്നും ബിയിലേക്ക് പോകുന്നു. ദൂരം 5 കിലോമീറ്റർ, 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. കാറിൻ്റെ വേഗത 30 ആണെങ്കിൽ സ്കൂട്ടറിൻ്റെത് അതിൻ്റെ പകുതി 15. അപ്പോൾ സമയം എത്രയാണ് വേണ്ടുന്നത്? 5/30, 5 കിലോമീറ്റർ ആണല്ലോ ദൂരം, അതായത് 1/6 അവർ. 1/6 അവർ എന്ന് പറഞ്ഞാൽ 1/6 × 60 = 10 മിനിറ്റ്. സ്കൂട്ടറാണെങ്കിൽ 5/15, അതിൽ നേർവ്യത്യാസം 1/3 ഓഫ് ആൻ അവർ, അതായത് ഇതിൻ്റെ ഇരട്ടി, പകുതി വേഗതയാകുമ്പം സമയം ഇരട്ടിയാണ്. അപ്പോൾ 9 മണിക്ക് യാത്ര ആരംഭിക്കുന്ന കാറ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു 3 മിനിറ്റ് നിർത്തി പിന്നെയും തുടർന്നാലും ഒരു 9:13 ആകുമ്പോഴത്തേക്കും ബിയിലെത്തും. അതേസമയം സ്കൂട്ടറാണെങ്കിൽ 9 മണിക്ക് യാത്ര തിരിച്ചാൽ 9:20 ആകുമ്പോഴേ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് വെറും 3 മിനിറ്റല്ലേ നിർത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞിരിക്കുന്ന വേഗതയിൽ പോകുമ്പോൾ എങ്ങനെയായാലും ബാക്കി പിന്നെയും ഇത്രയും സമയം ഉണ്ട്. അപ്പോൾ 30 കഴിഞ്ഞ് നമ്മൾ 60 നോക്കിയാലും 60, അപ്പോൾ തന്നെ മനസ്സിലാവും കുറച്ചും കൂടി സ്പീഡ് കൂടുതൽ വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങളിൽ സ്പീഡ് കൂടുതലുള്ള ഒരു ഓപ്ഷനിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞത്. 60 വേഗതയെങ്കിൽ 5/60 = 1/12 ഓഫ് ആൻ അവർ, അതായത് 5 മിനിറ്റ്. അപ്പോൾ ഇത് 5 മിനിറ്റ് ആണെങ്കിൽ ഇവിടെ സമയം 10 മിനിറ്റ് വേണം. അപ്പോൾ ഇവിടെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 5ഉം പിന്നെ 3 മണിക്കൂർ റെസ്റ്റും കൂടെ കൂട്ടിയാൽ 9:08 ആകുമ്പോഴത്തേക്കും ഇവിടെ എത്തും. മറ്റേത് 9:10 എത്തുള്ളൂ. അതുപോലെ അടുത്ത 50 എങ്കിൽ ടൈം 5/50, നമ്മൾ മുമ്പേ അത് ചെയ്തതാണ്. 1/10, അതായത് 6 മിനിറ്റ്. അപ്പോൾ സ്കൂട്ടർ അതിൻ്റെ ഇരട്ടി സമയം വേണം, 12 മിനിറ്റ്. അപ്പോൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 6 × 3 = 9 ആകുമ്പോഴത്തേക്കും ബിയിലെത്തും. ഇത് 9:12 ആകുമ്പോഴേ എത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം ആ ഓപ്ഷൻസിൽ ഏറ്റവും വലുതിൽ നിന്നൊന്ന് നോക്കുക. ഇതേ സെയിം രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് അതിൽ നോക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ചെയ്യുമ്പം തന്നെ നമുക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടും. ആ വലുതിൽ നിന്ന് നോക്കിയപ്പോൾ ഫസ്റ്റ് അതിൽ നിന്ന് തന്നെ ഉത്തരം പെട്ടെന്ന് കിട്ടി. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, 100 km/h. അപ്പോൾ ഇതിൽ ഓപ്ഷൻസിൽ നിന്ന് പോകുന്നതാണ് എളുപ്പം എന്ന് തോന്നുന്നു. നെക്സ്റ്റ് വൺ 20, 40, 22, 38, 26, 34. ഇനി അടുത്ത 2 സംഖ്യകൾ, വിട്ടുപോയ സംഖ്യകൾ യഥാക്രമം 20, 40, 22, 38, 26, 34. 20, 22, 2 കൂടുന്നു. ഇനി 22 + 4, ഇനി ഇവിടെ +6, അപ്പം +2 + 4 + 6, അപ്പോൾ 32. ഇനി അടുത്ത 2 സീരീസ് ആയിട്ട് എടുത്താൽ 40ഉം 38ഉം -2. ഇനി 38ൽ നിന്നും 4 കുറയുന്നു, -4. അപ്പോൾ ഇനി 34ൽ നിന്നും 6 കുറയണം, 28. അപ്പോൾ ഇവിടെ 32, 28.
അപ്പോൾ ഇവിടെ 1, 3, 5, 7 അവിടെ വരുന്ന സംഖ്യകളുടെ ഒരു ശ്രേണിയും 2, 4, 6, 8 ആ പൊസിഷനിൽ വരുന്ന സംഖ്യകളുടെ 2 ശ്രേണിയും 20, 22, 24 അല്ല 20, 22, 26, 32 ഇങ്ങനെ പോകുന്ന ഒരു ഇതും, പിന്നെ രണ്ടാമത്തെ സംഖ്യകളാണെങ്കിൽ 40, 38, 34, 28 ഇങ്ങനെ പോകുന്ന 2 ശ്രേണികളെയാണ് ഇവിടെ കൂട്ടി എഴുതിയേക്കുന്നത്. അപ്പോൾ ആൻസർ 32ഉം 28ഉം. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത തുകയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1000 രൂപയാണ് എങ്കിൽ തുക എത്ര? അപ്പോൾ ഏതൊരു സംഖ്യയായിരുന്നാലും അതിൻ്റെ പലിശ ആദ്യത്തെ ഒരു വർഷത്തെ പലിശ, ഇപ്പം എമൗണ്ട് പി എന്ന് വെക്കുക, ആദ്യത്തെ ഒരു വർഷം സാധാരണ പലിശയും കൂട്ടുപലിശയും തുല്യമായിരിക്കും. പിന്നെ വ്യത്യാസം രണ്ടാമത്തെ വർഷം മുതലാണ് വരുന്നത്. കാരണം കൂട്ടുപലിശ എന്ന് പറയുമ്പം ഈ പലിശയുടെ പലിശ കൂടെ വരും. അപ്പോൾ ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശയ്ക്ക് ഒരു പലിശ കൂടെ വരും. അതാണ് ഈ രണ്ടാമത്തെ വർഷം കിട്ടുന്ന അധികമായി വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ തന്നിരിക്കുന്ന വ്യത്യാസമെന്ന് പറയുന്ന 1000 രൂപ. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന 2 വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1000 രൂപ. അതായത് ആദ്യത്തെ വർഷം ലഭിക്കുന്ന പലിശയുടെ പലിശയാണ് നമുക്ക് രണ്ടാമത്തെ വർഷം കൂട്ടുപലിശയിൽ വരുന്നത്. സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ അതേ ഇപ്പം 5% തന്നെ എല്ലാ വർഷവും ആ തുകയ്ക്ക് ലഭിക്കുന്നത്. കൂട്ടുപലിശ എന്ന് പറയുമ്പോൾ ഈ ലഭിക്കുന്ന പലിശയ്ക്ക് ഒരു പലിശ കൂടെ വരും. അപ്പോൾ അതാണ് ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷവും വരുന്ന സംഖ്യകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ ആദ്യത്തെ വർഷം കിട്ടിയ പലിശ ഇൻട്രസ്റ്റ് ആണെന്ന് വയ്ക്കുക. ആ പലിശയുടെ 5% അതാണ് നമുക്ക് രണ്ടാമത്തെ വർഷം എക്സ്ട്രാ ആയിട്ട് കിട്ടിയ ഈ 1000 രൂപ. അപ്പോൾ ആദ്യത്തെ വർഷത്തെ പലിശ എന്ന് പറയുന്നത് 1000 × 25/100, അതായത് സ്റ്റെപ്പ് ചെയ്യുന്നു. ഇവിടുന്ന് തന്നെ ക്യാൻസൽ ചെയ്ത 20 അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഇവിടെ 20, അതായത് 20,000 രൂപ. അപ്പോൾ ആദ്യത്തെ വർഷം കിട്ടിയ പലിശ എന്ന് പറയുന്നത് 20,000 രൂപ. അപ്പോൾ അത് ആദ്യത്തെ വർഷം സാധാരണ പലിശയും കൂട്ടുപലിശയും തുല്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ആദ്യത്തെ വർഷത്തെ നമുക്ക് ഒന്നുകിൽ സാധാരണ പലിശയുടെ ഫോർമുല അല്ലെങ്കിൽ കൂട്ടുപലിശയുടെ ഫോർമുല, കൂട്ടുപലിശയുടെ ആണെങ്കിൽ ഫോർമുല P × 1 + R/100⁻n. ഇതാണ് കൂട്ടുപലിശയുടേത്. സാധാരണ പലിശയാണെങ്കിൽ PNR/100. ഇത് കൂട്ടുപലിശ, മറ്റേത് സാധാരണ പലിശ. ഇതിൻ്റെ ഫോർമുല ഇതാണ്. അപ്പോൾ ഇതിലേത് ഫോർമുലയിൽ ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ P × 1 × 5/100 = ഈ കിട്ടിയ 20,000. കാരണം സാധാരണ പലിശയും കൂട്ടുപലിശയും ആദ്യത്തെ ഒരു വർഷം തുല്യമാണ്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 20,000 × 100/5 അല്ലെങ്കിൽ 20,000 × 20 ഡയറക്റ്റ് ചെയ്താലും മതി. നാല് ലക്ഷം തുക ഇടുമ്പോഴാണ് ആദ്യത്തെ ഒരു വർഷം 20,000 പലിശ ലഭിച്ചത്. ഇനി 2 വർഷം കഴിയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തുകയാണ്. അപ്പോൾ തുക 4 ലക്ഷം എന്ന് കിട്ടി. ഇനിയിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4 ലക്ഷം 2 വർഷത്തേക്ക് 5% പലിശ ഇട്ടാൽ
ഇൻറ്റു 105/100 സ്ക്വയർ ഇൻറ്റു 105 സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 11 110 25/100 2 പൂജ്യവും കൂടി. അപ്പോൾ 4 ഇത് വെട്ടിക്കളയുന്നു. 40 ഇൻറ്റു ഇതായിരിക്കും രണ്ടാമത്തെ വർഷം. ഇതാണ് കൂട്ടുപലിശയായിട്ട് ഇട്ടാൽ ഇത്രയുമാണ് കിട്ടുന്നത്. സാധാരണ പലിശയായിട്ടാണ് ഇടുന്നതെങ്കിൽ 4 ലക്ഷത്തിന് ഈ ഒരു ഭാഗം നമുക്ക് 4 ലക്ഷം ഇവിടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ഇത് ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് കാണിക്കുക. എക്സാമിന് ഇത്രയൊന്നും വേണ്ട, 4 ലക്ഷം ഉത്തരം കിട്ടി. ഇനി കൂട്ടുപലിശയായിട്ട് ഇട്ടാൽ ഇത്രയും കിട്ടും. സാധാരണ പലിശയാണെങ്കിൽ ഇൻറ്റു 2 ഇൻറ്റു 5/100 ഈക്വൽ ടു 40,000. അപ്പോൾ 40,000 പലിശ എമൗണ്ട് വരുമ്പോഴത്തേക്കും 4,40,000. 4 ലക്ഷത്തി അപ്പം സാധാരണ പലിശയായിട്ട് ഇട്ടാൽ 4,40,000 ആയിരിക്കും 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന. കൂട്ടുപലിശയാണെങ്കിൽ 4,41,000. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് 1000 രൂപ. അപ്പോൾ നമുക്ക് ഇവിടം വരെ കൊണ്ട് നമ്മുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. 4 ലക്ഷം എന്നുള്ളത് തുക. അപ്പോൾ 4 ലക്ഷം എന്ന തുകയാണെങ്കിൽ അത് കിട്ടിയത് എങ്ങനെയാണ്? ആ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒന്നും കൂടി പറയാം. കാര്യം ഇതുപോലുള്ള ചോദ്യങ്ങളിലാണ് ചിലർ റിപ്പീറ്റ് ചെയ്ത് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ടായിട്ട് ഇട്ട തുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം സാധാരണ പലിശയും കൂട്ടുപലിശയും തുല്യമായിരിക്കും. അപ്പോൾ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് 1000 രൂപയെന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം വർഷം കിട്ടിയ പലിശയുടെ പലിശയാണ് രണ്ടാമത് കൂട്ടുപലിശ ഇടുമ്പോൾ രണ്ടാമത്തെ വർഷം ലഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പലിശയുടെ 5% അതാണ് ഈ അധികമായി വരുന്ന 1000 രൂപ. അപ്പോൾ ആദ്യ വർഷം ലഭിച്ച പലിശ എന്നുള്ളത് 20,000 എന്ന് കിട്ടുന്നു. ഇനി അതിൽ നിന്ന് നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ടായ 4 ലക്ഷം കണ്ടുപിടിക്കാം. അതിൽ ആകെ ഈ ഒരു പോയിൻ്റ് ഇത് ക്ലിയർ ആയാൽ മാത്രം മതി. ആദ്യത്തെ ഒരു വർഷം സാധാരണ പലിശയും കൂട്ടുപലിശയും തുല്യമായിരിക്കും. ഇനി ആദ്യ വർഷം കിട്ടുന്ന ആ പലിശയുടെ 5% കണ്ടുപിടിക്കുക. അതാണ് രണ്ടാമത്തെ വർഷം അധികമായി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഉത്തരം ഇവിടം വരെ മതി. മറ്റത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി കാണിച്ചു തന്നു എന്നേ ഉള്ളൂ. ഇത് പരീക്ഷയ്ക്ക് ഇത്രയൊന്നും ചെയ്യേണ്ട നമുക്ക് സമയം കിട്ടില്ല. 4 ലക്ഷം. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഈ സെയിം ടൈപ്പ് തന്നെ ഒരുപാടെണ്ണം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്കിത് സ്പീഡിൽ ചെയ്യാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. ഇപ്പോൾ ഒരു സംഖ്യ അതിൻ്റെ 4 മടങ്ങ് അത് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതൽ. ഇങ്ങനെയാണെങ്കിൽ 4x ഈക്വൽ ടു ഇവിടെ ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇൻറ്റു എക്സ് 5x മൈനസ് 5 ഇൻറ്റു 2 -10 പ്ലസ് 1. 4x ഈക്വൽ ടു 5x മൈനസ് 9. അപ്പോൾ ഇവിടെ നിന്നും 4x രണ്ടിനെ ഒരു എക്സിനെ അല്ല ഒരു വശത്തേക്കും മറ്റേ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇതിനെ ഒരു വശത്തേക്കും കൊണ്ടുപോയാൽ എക്സ് ഈക്വൽ ടു 9. എക്സിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം.
പക്ഷേ മറ്റേ ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്യാം കുറച്ചെണ്ണം ചെയ്ത് കഴിയുമ്പോൾ. ഉത്തരം x=9, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഒരു കച്ചവടക്കാരൻ 1500 രൂപയ്ക്ക് വാങ്ങിയ ഫാൻ 20% കൂട്ടി പരസ്യവില ഇട്ട ശേഷം 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എങ്കിൽ ലാഭശതമാനം. അപ്പോൾ ലാഭം എപ്പോഴും കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ് അഥവാ വാങ്ങിയ വിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലാഭവും നഷ്ടവും പറയുന്നത്. അപ്പോൾ ഇത് വാങ്ങിയ വില 1500. ഇനി അതിൻ്റെ പരസ്യവില അഥവാ മാർക്ക്ഡ് പ്രൈസ്, പരസ്യവില മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് 20% കൂട്ടി എന്ന് പറയുമ്പോൾ 1500 വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു 120/100, അതാണ് 20% കൂട്ടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1800 രൂപ, 1800 രൂപയാണ് അതിൻ്റെ പരസ്യവില. ഇനി 1800 കൂട്ടിയതിന് ശേഷം 1800 രൂപ പരസ്യവില ആയതിനു ശേഷം 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അപ്പോൾ 1800-ൻ്റെ ആണ് ഈ ഡിസ്കൗണ്ട് എപ്പോഴും ഈ മാർക്ക്ഡ് പ്രൈസ് അഥവാ പരസ്യവിലയിലാണ് നിർണ്ണയിക്കുന്നത്. 10% കുറയ്ക്കുക എന്ന് പറയുമ്പോൾ 1800-ൻ്റെ 90/100, 1720. 18 × 10 180 അതിൽ നിന്ന് ഒരു 18 കുറച്ചാൽ 162, 1620, 1620 1620 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ചോദ്യം പരസ്യവില ഇട്ട ശേഷം 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എങ്കിൽ ലാഭശതമാനം. അപ്പോൾ ലാഭം എപ്പോഴും വാങ്ങിയ വിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയേണ്ടത്. അപ്പോൾ വാങ്ങിയ വില 1500-നേക്കാൾ കൂടുതലാണ് 1620. അപ്പോൾ എത്രയാണ് വ്യത്യാസം? 1620 മൈനസ് 1500 ഡിവൈഡഡ് ബൈ 1500 ഇൻറ്റു 100, അതാണ് ലാഭശതമാനം. അപ്പം 120 ബൈ 1500 ഇൻറ്റു 100. അപ്പോൾ 15 ഇൻറ്റു 8 120. അപ്പോൾ 8% ലാഭം. ഉത്തരം ഓപ്ഷൻ എ 8%. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലാഭവും നഷ്ടവും വാങ്ങിയ വിലയെ അടിസ്ഥാനപ്പെടുത്തി, പിന്നെ അതുപോലെ ഡിസ്കൗണ്ട് പരസ്യവിലയിലും ആണ് നൽകേണ്ടത്. അപ്പം 1500 രൂപയ്ക്ക് വാങ്ങി 20% കൂട്ടി, അപ്പോൾ കൂട്ടിയ വില എത്രയാണെന്ന് കണ്ടുപിടിച്ച് പരസ്യവില. ഇനി അതിൽ ഡിസ്കൗണ്ട് കണ്ടുപിടിച്ചു. ഇനി അതിനുശേഷം നമ്മൾ ലാഭം കാണുമ്പോൾ ആ വ്യത്യാസം, പരസ്യവിലയിൽ ഡിസ്കൗണ്ട് ഇട്ട ശേഷം കിട്ടുന്ന ആ തുകയും വാങ്ങിയ വിലയും തമ്മിലുള്ള വ്യത്യാസം, അതാണ് ലാഭം, അതാണ് കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാഭം എന്ന് പറയുന്നു. അപ്പോൾ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100, 8% എന്ന് കിട്ടി. അടുത്ത ചോദ്യം, 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കാവുന്ന ചതുർഭുജത്തിൻ്റെ ഏറ്റവും കൂടിയ പരപ്പളവ്. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 സെൻറ്റിമീറ്റർ. 1 മീറ്റർ അതായത് 100 സെൻറ്റിമീറ്റർ. ഇത് വളച്ചുണ്ടാക്കാവുന്ന ചതുർഭുജം, അതായത് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ പരമാവധി ഒരു സൈഡിൽ 25, 25, 25, 25 ഇതായിരിക്കും ഇതിൻ്റെ ഒരു മാക്സിമം പോസിബിലിറ്റി. ചതുർഭുജം ക്വാഡ്രിലാറ്ററൽ. ഇതിൻ്റെ ഒരു പരമാവധിയായിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം മറ്റൊരു രീതിയിൽ 27, 23 അങ്ങനെയൊക്കെ ഇട്ട് നോക്കാതെ ഇതിൻ്റെ ഏറ്റവും
ഒപ്റ്റിമമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ 25 ഒരു സൈഡെങ്കിൽ ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് a². 25 × 25 = 625 cm². ഇതാണ് മാക്സിമം പരപ്പളവ്. ആൻസർ 625 cm². ഇനി അടുത്ത ചോദ്യം, ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റിൽ വിവിധ ഇനങ്ങൾക്ക് നൽകുന്ന പരിഗണന ചുവടെ തന്നിരിക്കുന്നു. ഭക്ഷണം 30%, വസ്ത്രം 10%, വിദ്യാഭ്യാസം 25%, ആരോഗ്യം 20%, വിനോദം 15%. ഈ വിവരങ്ങൾ ഒരു പൈ ഡയഗ്രം ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിൻ്റെ കേന്ദ്ര കോണളവ്. അപ്പോൾ വിദ്യാഭ്യാസം 25% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈ ഡയഗ്രം എന്ന് പറയുമ്പോൾ ഒരു വൃത്തത്തിൻ്റെ മുഴുവനും ആകൃതി വൃത്തമായതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും 360 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ 25% എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 25% 1/4 90 ഡിഗ്രിയും ഇങ്ങനെ ഇത്രയും ഇതിലെ ഇത്രയും ഭാഗം ഇത്രയും ഇത് വിദ്യാഭ്യാസം, ഇത്രയും വിദ്യാഭ്യാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് 90 ഡിഗ്രി. 25% എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിൻ്റെ 1/4 ഭാഗം, അത്രയും വിദ്യാഭ്യാസം. പിന്നെ ബാക്കിയുള്ളതാണ് 30, 10 എന്നുള്ള രീതിയിൽ ചെറിയ തോതിൽ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 90 ഡിഗ്രി. ഓപ്ഷൻ ഡി. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ ഉത്തരങ്ങൾ. ഇത് എളുപ്പമാണെങ്കിലും 2-3 ചോദ്യങ്ങൾ നല്ലതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ട്രിക്ക് പെട്ടെന്ന് കിട്ടുകയും പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ബാക്കി ചോദ്യങ്ങളെല്ലാം എളുപ്പമുള്ളത്, താരതമ്യേന എളുപ്പമുള്ളത് തന്നെയായിരുന്നു. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്